SAT ആശുപത്രിയിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിച്ചിരിക്കുകയാണ്. രോഗികളെല്ലാം ആശ്വാസത്തിലായോ എന്ന് സുനിഷ ചേരുന്നുണ്ട്. സുനിഷ, നിലവിൽ പൂർണ്ണമായും വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? രോഗികളൊക്കെ ചെറിയൊരു ആശ്വാസത്തിലായിട്ടുണ്ടോ? ഇവിടെ റോഷ്നി, നിലവിൽ ഏതായാലും വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടുണ്ട് എന്നത് തന്നെയാണ്. കാരണം നേരത്തെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ ആ സാഹചര്യം മാറിയിട്ടുണ്ട്. നിലവിൽ ഈ പറഞ്ഞതുപോലെ ജനറേറ്റർ എത്തിച്ചിട്ടുണ്ട്, വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിലവിൽ എല്ലായിടത്തും വൈദ്യുതി ലഭിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഈ നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം. അത് പുറത്തുള്ളവരോടും അതോടൊപ്പം തന്നെ അകത്തുള്ളവരോടും സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇപ്പോൾ വൈദ്യുതി ഏതായാലും പൂർണ്ണമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ വലിയ പ്രതിഷേധം കാണാൻ കഴിയാമായിരുന്നു റോഷ്നി. കാരണം 1 മണിക്കൂർ ഏകദേശം ഒരു 7:30 ഈ SAT ആശുപത്രി ഈ ബ്ലോക്കിലേക്ക് കറണ്ട് പോകുന്നത്. ഇവർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും ഈ 2 ജനറേറ്ററിലൂടെയാണ് വൈദ്യുതി നൽകിയിരുന്നത്. അതായത് വൈദ്യുതി ലഭിച്ചിരുന്നത് ഈ 2 ജനറേറ്ററിലൂടെ തന്നെയാണ്. പക്ഷേ നിലവിൽ ആ ജനറേറ്റർ തകരാറിലായതാണ് ഇത്തരത്തിലൊരു വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്നതാണ്. ചേട്ടാ, നേരത്തെ പറഞ്ഞിരുന്നു ആരാണ് ഇപ്പോൾ അകത്തുള്ളത്? കുട്ടി എന്താ അവരെ വിളിച്ചായിരുന്നു? എന്താ അവസ്ഥ? കുട്ടിക്ക് കുഴപ്പമില്ല. ബാക്കിയുള്ള 2-3 കുട്ടികളുണ്ട്. എൻ്റെ കുട്ടികളെക്കാട്ടിയും അവസ്ഥയാണ്. നമ്മളെ കുട്ടി ഇപ്പോൾ ഓക്കെയാണ്, എല്ലാം പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. പക്ഷെ മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് എൻ്റെ കുട്ടി ഓക്കെയാണ്. മറ്റുള്ള ബുദ്ധിമുട്ട് തന്നെ. 4 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അവസ്ഥയാണ്. കൊതുകടിയുണ്ട്, വേർപ്പും ചൂടും എല്ലാം അല്ലേ, ഭയങ്കര പ്രശ്നമാണ്. കുഴപ്പമില്ല. കറണ്ട് നിങ്ങളെല്ലാം വന്നുകൊണ്ടല്ലായി, പെട്ടെന്നായി. ഇതാണ് റോഷ്നി, കറണ്ട് വന്നു കഴിഞ്ഞു, ഏറെക്കുറെ ആശ്വാസത്തിലേക്ക് മാറി എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും BJPയുടെ നേതൃത്വത്തിലുള്ളൊരു പ്രതിഷേധം കൂടി SAT ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കം പ്രതിഷേധം കണ്ടതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ BJPയുടെ നേതൃത്വത്തിലുള്ളൊരു പ്രതിഷേധം കൂടി ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് സംസാരിച്ചയാൾ, അവരോട് നമ്മൾ നേരത്തെയും സംസാരിച്ചിരുന്നു. അവരുടെ കുഞ്ഞ് അകത്താണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പേടി, ബുദ്ധിമുട്ട്, ആശങ്കയൊക്കെ തന്നെയും ആ തുടക്കത്തിൽ അറിയിച്ചിരുന്നു, പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കറണ്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ആശ്വാസമുണ്ട്. അവർ അകത്തുള്ളവരോട് സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർക്ക് ഏതായാലും ആരോഗ്യസ്ഥിതി ബുദ്ധിമുട്ടില്ല, മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് അവർ അറിയിച്ചിട്ടുണ്ട് എന്നതാണ്. ഏതായാലും നിലവിൽ റോഷ്നി, BJPയുടെ ഒരു പ്രതിഷേധം ഇപ്പോൾ നിലവിൽ SAT ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയൊരു പ്രതിഷേധം തന്നെ. കാരണം ഇത്തരത്തിൽ ഈ വൈദ്യുതി മുടക്കിയ, യാതൊരു വിധത്തിലുള്ള സംവിധാനങ്ങളുമില്ലാതെ രോഗികളെ ബുദ്ധിമുട്ടിലാക്കിയ അവർക്കെതിരെ നടപടിയെടുക്കുക, അത്തരത്തിലുള്ളൊരു പ്രതിഷേധമാണ് നിലവിൽ ഏതായാലും SAT ആശുപത്രിക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. ഇതേ രീതിയിലുള്ളൊരു പ്രതിഷേധമായിരുന്നു നേരത്തെയൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഈ പറഞ്ഞതുപോലെ കൂടെയുള്ള, അതായത് രോഗികളുടെ കൂടെ വന്നവരും ഒപ്പം തന്നെ ഇവരുടെ കൂട്ടിരിപ്പുകാരും ഒക്കെ തന്നെയും ഈ സ്വാഭാവികമായും ആശങ്ക മാറിയിരിക്കുന്നു, മറ്റു പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ നിലവിൽ BJPയുടെ ഒരു പ്രതിഷേധ മാർച്ച് കൂടി SAT ആശുപത്രിയിലേക്ക് വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു പ്രതിഷേധം കൂടി തുടരുകയാണ്. നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊരു പ്രതിഷേധ മാർച്ച് അത് ഈ കോമ്പൗണ്ടിലേക്ക് ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മാർച്ച് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെയും നേരത്തെ SAT ആശുപത്രിയിലേക്ക്, ആശുപത്രി പരിസരമാകെ അത്തരത്തിലൊരു പ്രതിഷേധ വേദിയായി മാറുകയും ചെയ്തിരുന്നു. ഏതായാലും നിലവിൽ അത്തരമൊരു സാഹചര്യം മാറിയിട്ടുണ്ട്. പക്ഷേ BJP ഇപ്പോൾ ഈ പ്രതിസന്ധിക്ക് ഉടൻ കൃത്യമായ പരിഹാരം കാണുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ 2 ജനറേറ്ററിലാണ്, പകരം സംവിധാനങ്ങളൊന്നുമില്ലാതെയാണോ SAT ആശുപത്രിയിൽ ഇത്തരം സംവിധാനങ്ങൾ പോകുന്നത്? ഇതുപോലെ നിരവധി കുഞ്ഞുങ്ങളും അമ്മമാരും അടക്കം, സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം ചികിത്സ തേടുന്ന ഈ ആശുപത്രിക്കകത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളില്ലേ? സംവിധാനങ്ങൾ പോയാൽ പോലും മറ്റൊരു പകരം സംവിധാനം ഒരുക്കാനുള്ള കാര്യങ്ങൾ പോലും ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ഒരു പ്രതിഷേധവും വരുന്നത്. നേരത്തെ ഡെപ്യൂട്ടി മേയർ തന്നെ സമ്മതിക്കുകയും ചെയ്തിരുന്നു, ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു നടപടിയെടുക്കുന്നതിൽ, ഇങ്ങനെയൊരു വിഷയമുണ്ടായപ്പോൾ അത് പരിഹരിക്കുന്നതിൽ, ഉടൻ പരിഹാരം കാണുന്നതിൽ, മറ്റ് സംവിധാനങ്ങൾ കൃത്യമായി അതിന് സമാന്തരമായി ഇത്തരമൊരു സംവിധാനം ഒരുക്കുന്നതിലടക്കം വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അടക്കം പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് ഈ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ SAT ആശുപത്രിയിലേക്ക് ഈ പ്രതിഷേധക്കാർ എത്തുന്നത് എന്നതാണ്. നിലവിൽ വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഈ ആശുപത്രി കോമ്പൗണ്ടിന് ചുറ്റും ഉണ്ട് എന്നതാണ്. നേരത്തെ തന്നെ ഈ പ്രതിഷേധം കനത്ത സമയത്ത് തന്നെ കൂടുതൽ പോലീസ് സന്നാഹം ഈ ആശുപത്രി കോമ്പൗണ്ടിനകത്ത് എത്തിച്ചിരുന്നു. പല ഭാഗങ്ങളിലായി പോലീസ് വിന്യാസവും ഉണ്ടായിരുന്നു. നിലവിൽ ഏതായാലും
വാഹനങ്ങളും പോലീസുകാർ എത്തിയിട്ടുണ്ട്. നേരത്തെ ഒരു പ്രതിഷേധത്തിനിടയിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ളൊരു സംഘർഷവും കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ നിലവിലുള്ള സാഹചര്യം മാറിയിട്ടുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഒരു സന്നാഹം തന്നെ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ പലയിടങ്ങളിലായി തന്നെ ശരി, നമുക്ക് ഉമേഷ് ബാലകൃഷ്ണനിലേക്ക് കൂടി പോവാം. ഉമേഷ്, വീഴ്ച പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണോ ഇപ്പോൾ BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്? BJPക്കാർ മാത്രമല്ല, മറ്റതിന് തൊട്ട് സമീപത്ത് തന്നെ ഏകദേശം 5ഓളം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധിക്കുന്നുണ്ട്. എന്തായാലും SIT ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലേക്ക് കയറുന്നതിൻ്റെ മുൻഭാഗത്തായിട്ട് ഇപ്പോൾ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. BJP കൗൺസിലറുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. തൊട്ട് സമീപത്ത് തന്നെ കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ട്. നേരത്തെ കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിഷേധം നടന്ന സമയത്തായിരുന്നു പോലീസ് ഇടപെടലുണ്ടായത്. പോലീസ് ഇടപെടലുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ബൈസ്റ്റാൻഡേഴ്സ് ഇത്തരമൊരു പ്രതിഷേധം ഇവിടെ നടത്തേണ്ടതില്ല, തങ്ങൾ 3 മണിക്കൂറിലധികമായി ബുദ്ധിമുട്ടുമ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ പ്രതിഷേധം ഇപ്പോൾ വേണ്ട, ഒരു കക്ഷി രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിഷേധം വേണ്ട എന്നുള്ള നിലപാട് ബൈസ്റ്റാൻഡേഴ്സ് എല്ലാവരും ഒന്നിച്ചെടുത്തു. അതേ തുടർന്ന് അവരും ഈ പുറത്തുനിന്ന് വന്ന പ്രതിഷേധക്കാരും തമ്മിൽ നേരിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യത്തിലേക്ക് പോയി. അതേ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. എന്തായാലും അതിനുശേഷമാണ് BJP പ്രവർത്തകർ ഇവിടെ എത്തുന്നത്. BJP പ്രവർത്തകർ എത്തിയപ്പോഴേക്കും ഇവിടെ കറണ്ട് വന്നിരുന്നു, കറണ്ട് പോയ സാഹചര്യം ഒഴിഞ്ഞു. എന്തായാലും BJP പ്രവർത്തകർ എത്തിയപ്പോൾ അവരുടെ പ്രതിഷേധം ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് കയറുന്ന OP ബ്ലോക്കിലെയും വാർഡടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കയറുന്ന സ്ഥലത്താണ് അവിടെ പ്രതിഷേധം തുടരുന്നത്. എന്തായാലും അവരുടെ ആവശ്യം സർക്കാരിനെതിരെയും ഈ മെഡിക്കൽ കോളേജിലെ ഭരണസമിതിക്കെതിരെയുമാണ്. കഴിഞ്ഞ 2 ദിവസമായി മെഡിക്കൽ കോളേജിൽ കറണ്ട് ഇല്ലാത്ത സാഹചര്യമുണ്ട്. പക്ഷേ ഈ 2 ദിവസവും ബദൽ ക്രമീകരണം ഒരുക്കിയിരുന്നു. കഴിഞ്ഞിട്ടുണ്ട് താൽക്കാലികമായി, പക്ഷേ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. വീഴ്ച സംഭവിച്ചത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട്